സ്കിൻ കെയറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മലയാളികൾ അധികം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളി പുരുഷന്മാർ പുറകിലോട്ട് പോണ ഒരു കാലഘട്ടമാണ്. സ്കിൻ കെയർ എന്ന് പറയുന്നത് കേവലം നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല, അത് ഒരു ലൈഫ് സ്റ്റൈലാണ്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫേസ് കെയർ, സ്കിൻ കെയർ രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഡേ സ്കിൻ കെയറും ഒന്നും നൈറ്റ് സ്കിൻ കെയർ. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ശരിക്കും ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാർക്കും അവർക്ക് യോജിച്ച പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം സ്കിൻ കെയറിലോട്ട് നിങ്ങൾ പോകുമ്പോൾ തന്നെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെൻസ് ഫാഷനും സ്റ്റൈലും ഗ്രൂമിങ്ങും ഒക്കെയാണ് ഈ ചാനൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ കെയറിൽ ആദ്യം നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിനെ എപ്പോഴും ടച്ച് ചെയ്യൽ ഒഴിവാക്കുന്നതാണ്. സ്റ്റോപ്പ് ടച്ചിങ് യുവർ സ്കിൻ. നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴുള്ള ഒരു അസുഖമാണ് എല്ലാത്തിനും നമ്മുടെ മുഖത്ത് കയറി ഇങ്ങനെ തൊടാ പിടിക്കുക എന്നുള്ളത്. ഇത് ഒഴിവാക്കണം. കാരണം നമ്മുടെ കൈ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ എപ്പോഴും വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിലെപ്പോഴും ജേംസ് അഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കൈ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്തിലോട്ട് കൊണ്ടുപോയി വെക്കരുത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. രണ്ടാമത് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കാം. വെള്ളം കുടിയാണ് സ്കിൻ കെയറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്കിന്ന് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. മാക്സിമം വെള്ളം കുടിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം നിങ്ങൾ കുടിക്കാം. ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വിറ്റാമിൻസും ആന്റി ഓക്സിഡൻസും ഉള്ള ഒരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. കാരണം നല്ല ഭക്ഷണം എപ്പോഴും നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സോ നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കണം. കാരണം ഉറക്കം ലഭിക്കാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും നല്ല സ്കിൻ ഉണ്ടാവില്ല. കാരണം ലാക്ക് ഓഫ് സ്കിൻ സ്ലീപ്പുള്ള ആൾക്കാർക്ക് എപ്പോഴും അവരുടെ സ്കിൻ എപ്പോഴും ഡള്ളായിരിക്കും. അവർക്ക് അതേപോലെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മതിയായ ഒരു ഉറക്കം നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആണുങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ് എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മുടെ കവളത്ത്, താടിയുടെ ആ ഭാഗത്ത് മുകളിലായിട്ടൊക്കെ എപ്പോഴും ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും. ഈ ഫേഷ്യൽ ഹെയർസ് കറക്റ്റായിട്ട് നിങ്ങൾ ഷേവ് ചെയ്ത് കളയുക, ട്രിം ചെയ്ത് കളയുക എന്നുള്ളതാണ്. കാരണം ഒരു ഷേപ്പ് എപ്പോഴും നമ്മുടെ ഫേസിൽ ക്ലിയർ ആയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ പിന്നെ പറയാനുള്ള മെയിനായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ്. നിങ്ങളുടെ സ്ട്രെസ്സിനെ എപ്പോഴും മാനേജ് ചെയ്യുക. സ്ട്രെസ്സ് ശരിക്കും ഇതിന് നമ്മുടെ സ്കിൻ ബ്രേക്ക് ഔട്ട്സിന് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനിയാണ് നമ്മൾ അടുത്ത മേജർ പോയിന്റിലായിട്ട് നമുക്ക് കിടക്കുന്നത്, അതായത് സ്കിൻ കെയർ റൂട്ടീൻ. എന്താണ് സ്കിൻ കെയർ റൂട്ടീൻ? സ്കിൻ കെയർ റൂട്ടീൻ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് AM PM, അതായത് ഡേ കെയർ സ്കിൻ കെയർ റൂട്ടീനും നൈറ്റ് കെയർ സ്കിൻ കെയർ റൂട്ടീൻ. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ പറയാം. അതായത് ബേസിക് ആയിട്ടുള്ള ഘടകം. ഇത് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും സെയിം തന്നെയാണ്. അതായത് ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ ഒരാൾക്ക് വേണ്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുക. നിങ്ങൾ ക്ലെൻസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ മുഖത്തുള്ള ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യും. ഇത് ട്വൈസ് എ ഡേ ചെയ്യുക. അതായത് രാവിലെയും ചെയ്യുക, രാത്രിയും ചെയ്യുക. പിന്നെ അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും, അതേപോലെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതും മോർണിംഗ് ആൻഡ് നൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മോർണിംഗിലാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ഇത് എല്ലാവരും തന്നെ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് അറിഞ്ഞു വേണം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാനായിട്ട്. പല ടൈപ്പ് ഓഫ് സ്കിൻ ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോ ടൈപ്പ് ഓഫ് സ്കിന്നിനും ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് ഡിഫറെൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അതായത് സ്കിൻ ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, അതേപോലെ സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. ഈ എല്ലാ സ്കിന്നുകാർക്കും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. സോ ഓരോ സ്കിൻ കണ്ടീഷനുള്ള ആൾക്കാർക്കും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഞാൻ ഓയിലി സ്കിന്നുകാരുടെ കാര്യം പറയാം. ഓയിലി സ്കിന്നുകാർ ആദ്യം തന്നെ ക്ലെൻസർ യൂസ് ചെയ്യുക.
നിങ്ങൾ യൂസ് ചെയ്യേണ്ട ക്ലെൻസറിൽ സെലിക്കാലിക് ആസിഡ് ഉണ്ടാണ്, അതേപോലെ ഒരു ടീ ട്രീ ഓയിലിന്റെ കണ്ടന്റ്, അതായത് ചാർക്കോൾ, ഈ ഒരു കണ്ടന്റ് ഉള്ള ക്ലെൻസർ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ അതൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കണം, എപ്പോഴും ഒരു ഓയിൽ ഫ്രീ ആയിരിക്കണം, ജെൽ ബേസ്ഡ് ആയിരിക്കണം. അതേപോലെ ഹൈഡ്രോളിക് ആസിഡ്, നിയാസിനമൈഡ്, ഇത് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മാറ്റ് ഫിനിഷ് ആയിരിക്കണം, അതും ഓയിൽ ഫ്രീ ആയിരിക്കണം. എപ്പോഴും SPF ഒരു 50ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാർ ശരിക്കും പറഞ്ഞാൽ ക്ലെൻസർ യൂസ് ചെയ്യുക, അത് ഒരു ക്രീം ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. അതും ഹൈഡ്രോളിക് ആസിഡ് ആൻഡ് ഗ്ലിസറിൻ ഉള്ള ക്ലെൻസറാണ് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രീം ബേസ്ഡ് വിത്ത് സെറമൈഡ്സ് ആൻഡ് ഷിയ ബട്ടർ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. അതേപോലെ സൺസ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നോൺ മാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ മാറ്റ് ആണ് പറഞ്ഞെങ്കിൽ ഇത് നോൺ മാറ്റ്, SPF 50ക്ക് മുകളിൽ പിടിക്കുക. 30ക്ക് മുകളിലാണെങ്കിലും ഓക്കെ ആണ്, എങ്കിലും 50ക്ക് മുകളിൽ പിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്തതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്ന് എന്താണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് പഴയ ഒരു എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാ അവരുടെ സ്കിൻ എന്താണെന്ന്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കും എപ്പോഴും ഒരു ജെന്റിൽ ഫോം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ മോയ്സ്ചറൈസർ ആണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ്, ഒരു ബാലൻസിങ് ഫോർമുല വിത്ത് നിയാസിനമൈഡ് ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ ആയിക്കോട്ടെ ഓയിൽ ഫ്രീ ആയിരിക്കണം, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇനി നോർമൽ സ്കിന്നിന് നമുക്ക് വേണ്ടിയത് ഒരു ജെന്റിൽ ക്ലെൻസർ വിത്ത് ആന്റി ഓക്സിഡൻസ്, ഓക്കെ. അതേപോലെ മോയ്സ്ചറൈസർ, ലൈറ്റ് വെയിറ്റ് ലോഷൻ വിത്ത് വിറ്റാമിൻ C ഓർ ഹൈഡ്രോളിക് ആസിഡ്. സൺസ്ക്രീൻ എപ്പോഴും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോർമൽ സ്കിൻകാർ ചെയ്യേണ്ടത്. ഇനി സെൻസിറ്റീവ് സ്കിൻകാരുടെ കാര്യം പറയാം. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ക്ലെൻസർ എപ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ യൂസ് ചെയ്യുക, അതേപോലെ നോൺ ഫോമിങ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഒരു സൂത്തിങ് ആയിരിക്കണം, എപ്പോഴും ഒരു ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ സൺസ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു മിനറൽ SPF വിത്ത് സിങ്ക് ഓക്സൈഡ് ഓർ ടൈറ്റാനിയം ഓക്സൈഡ് ഉള്ള സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഈ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യേണ്ട കൂടെ തന്നെ വീക്കിലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളുണ്ട്. അതായത് ഇത് നിങ്ങളുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ്. എക്സ്ഫോളിയേഷൻ, അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. എക്സ്ഫോളിയേഷൻ ഈ പറഞ്ഞ മാതിരി റിമൂവ് ഡെഡ് സ്കിൻ ആൻഡ് സെൽസ് ആൻഡ് അൺക്ലോഗ് പോസ്. അതേപോലെ തന്നെ ക്ലേ മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ക്ലേ മാസ്കും ഈ പറഞ്ഞ മാതിരി ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുക. ഫേസിൽ ഓയിൽ കൺട്രോൾ ചെയ്യും, അതുപോലെ പോസ് മിനിമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ കൈൻഡ് ഓഫ് സ്കിൻ ഉള്ള ആൾക്കാർക്കും ആ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുക. വീണ്ടും സ്റ്റൈലും ഫാഷനും അടങ്ങുന്ന പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.